മഴയുടെ ശക്തിക്ക് ശമനമുണ്ടെങ്കിലും വെള്ളം കയറിയ പ്രദേശങ്ങളിൽ ദുരിതമൊഴിഞ്ഞിട്ടില്ല. കുട്ടനാട്ടിലും തിരുവല്ലയിലും താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. കുട്ടനാട്ടിലെ ഗ്രാമീണ റോഡുകളും വെള്ളത്തിലായതോടെ ട്രാക്ടറുകളിലും ചെറുതോണികളിലുമാണ് ആളുകളുടെ യാത്ര. സർക്കാർ ഓഫീസുകളിലടക്കം ഇന്ന് ഉദ്യോഗസ്ഥരെത്താൻ വൈകിട്ടുണ്ട്. തലവടിയിൽ നിന്ന് ശരൺ ചേരുകയാണ് നമുക്കൊപ്പം. ശരൺ ഇപ്പോൾ നിൽക്കുന്നതും വെള്ളക്കെട്ടിൽ തന്നെയാണ്. എന്താണിപ്പോൾ ഈ കുട്ടനാട്ടിലെയും തിരുവല്ലയിലെയും ഒക്കെ ഈ താഴ്ന്ന പ്രദേശങ്ങളുടെ ഒരു അവസ്ഥ? വീടുകളിൽ വെള്ളം ഇറങ്ങി പോകുന്നില്ല. ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകൾ തന്നെയാണോ ആളുകൾ തുടരുന്നത്? ഈ വീടുകൾ വൃത്തിയാക്കാനുള്ള നടപടികളൊക്കെ തുടങ്ങിയോ? ശിവാസ്, വീടുകൾ വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് മുൻപായിട്ട് വെള്ളം ഇറങ്ങേണ്ടതുണ്ട്. പക്ഷേ ഈ വീടുകളൊക്കെ തന്നെ വെള്ളത്തിനടിയിലായി കിടക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഈ തലവടിയിൽ എങ്ങും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവല്ല അമ്പലപ്പുഴ ദേശീയപാതയിലാണ്. ഈ ദേശീയപാതയിലെ ഈ റോഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ നേരത്തെ മുട്ടറ്റം വെള്ളം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങി ഇതുവഴി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ തന്നെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഒരു വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ തോതിൽ തന്നെ ഇവിടേക്ക് വെള്ളം വന്നിട്ട് വീടുകളൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഈ തലവടിയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. ഒരു വീട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. വീടിന്റെ പകുതി വരെ വെള്ളം നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഇവിടേക്ക് വരാൻ ശ്രമിച്ചിരുന്നതാണ്. പക്ഷേ ഈ റോഡ് ഗതാഗതം സുഗമല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ വെള്ളം കയറി കിടന്നുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നാണ് ഇവിടേക്ക് വരാൻ കഴിയുന്നത്. ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഇത്രയും വെള്ളം ഇപ്പോഴും നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ 4 ദിവസമായിട്ട് സമാനമായ സാഹചര്യമാണെന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ചേച്ചി, ഇപ്പോൾ വീട്ടിലേക്കൊക്കെ കയറിയോ വെള്ളം? വെള്ളം ഉണ്ടായിരുന്നു. അച്ഛനെ അമ്മ ഞങ്ങൾ പിന്നെ ബന്ധുവീട്ടിലേക്ക് മാറ്റി. വെള്ളം ഇറങ്ങുന്നുണ്ടോ? എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇപ്പൊ 2-3 ദിവസം കൊണ്ട് മഴ പെയ്യാത്തത് കൊണ്ട് സ്വല്പം ഇറങ്ങുന്നുണ്ട്. ചെറുതായിട്ട് ഇറങ്ങുന്നുണ്ട്. വലിയ രീതിയിലൊന്നും ഇറക്കമില്ല. ഇടയ്ക്കൊന്നും ഇത്തരത്തില് വെള്ളം കയറിയിട്ടുണ്ട്. 18 കഴിഞ്ഞു. പിന്നെ ഇപ്പോഴത്തെ 18 വെള്ളം കഴിഞ്ഞ് ഇപ്പോഴാണ് ഇത്രയും നല്ലതായിട്ട് ആളുകളൊക്കെ ക്യാമ്പിലാണ്. ക്യാമ്പിൽ ആരും പോയില്ല. ഞങ്ങൾ ഇവിടെ ബന്ധുവീട്ടിലേക്കൊക്കെ അങ്ങനെയൊക്കെ. ശിവാസ്, ഇതാണ് ഇവിടുത്തെ സാഹചര്യം. അതായത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 താലൂക്കുകൾ, ചെങ്ങന്നൂർ താലൂക്കിലും കുട്ടനാട് താലൂക്കിലുമാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് പ്രളയക്കെടുതി നേരിടുന്ന ആളുകൾ ഉള്ളത്. അതിൽ തന്നെ ചെങ്ങന്നൂർ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. 25ഓളം ക്യാമ്പുകൾ ഇപ്പോഴും അവിടെ തുടരുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ദുരിതം നിലവിൽ അനുഭവിക്കുന്നത് ഈ കുട്ടനാട്ടുകാരാണ്. കുട്ടനാട് താലൂക്കിലുള്ള പ്രദേശങ്ങൾ, ഈ തലവടി അടക്കമുള്ള, മുട്ടാർ അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിന് അടിയിലാണ്. അത് നേരത്തെ നമുക്കറിയാം, ഈ തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ട് അവിടെ പൊഴി മുറിക്കാത്തത് വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നതാണ്. അത് തന്നെയാണ് ഈ വെള്ളക്കെട്ട് രൂക്ഷമാക്കുന്നതിന് ഒരു കാരണമെന്നുള്ള കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെ പൊഴി മുറിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അതിനുശേഷം വലിയ തോതിൽ തന്നെ വെള്ളം ഇറങ്ങുമെന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ തന്നെ വെള്ളം കുറേ മണിക്കൂറുകളായിട്ട് നിൽക്കുന്നു. നമ്മൾ രാവിലെ ഇവിടെ വന്നപ്പോൾ എന്തായിരുന്നു സാഹചര്യം? അതിൽ നിന്ന് കാര്യമായ മാറ്റമൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. ഇനി ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് മഴ കനക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ മഴ കനത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ വെള്ളം കയറുമോ? ആറന്മുള, റാന്നി അടക്കമുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ മഴ പെയ്താൽ സ്വാഭാവികമായിട്ടും അത് ഒഴുകി ഇവിടേക്ക് എത്തും. അങ്ങനെ അപ്പർ കുട്ടനാട് ഭാഗത്തേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ക്രൈസിസ് വർദ്ധിക്കുമോ എന്നുള്ളൊരു ആശങ്ക തന്നെയാണ് ഇവിടെയുള്ളവർക്ക് ഉള്ളത്. എന്തായാലും ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ കാര്യമായ മഴയുണ്ടായിരുന്നില്ല. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ചെറിയ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്.